ഗുഡ് മോർണിംഗ് ഗായ്സ്. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമില്ല, ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ്. മേ ബി ചിലപ്പം ഡേ ഇൻ മൈ ലൈഫ് ഡേ ടു ഈവനിങ് വ്ളോഗായിട്ട് മാറാം, അല്ലെങ്കിൽ അങ്ങനെ ആയിട്ട് പോകും. ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം രാവിലെ തൊട്ട് രാത്രി വരെ കാണിക്കുന്ന സംഭവം കാണാം, അതായത് റുട്ടീൻസ് കാണാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഞാനേ ഇപ്പോൾ ഗൈസ് നോക്കുക ഗൈസ്, ഞാൻ ഇങ്ങനെ പിടിച്ചിങ്ങനെ നേരെ ഇട്ടതാ ഗൈസ്. ഇതാ പൊട്ടി വന്നു ഗൈസ്. ഇത് ശരിക്കും പൊട്ടിയോ ഗൈസിൻ്റെ കൊളുത്ത് പൊട്ടി ഗൈസ്. ഒറ്റ മിനിറ്റ്. ഗൈസ് ഇപ്പോൾ വെക്കേഷനാണല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ എണീച്ച് ഞാൻ കുളിക്കാറുണ്ട്. കുളിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു 5 മിനിറ്റ് മുമ്പ് ഞാൻ എണ്ണ തേച്ച് തലയിട്ടേക്കും. എന്നിട്ട് അതിന് ശേഷം എണ്ണയൊക്കെ തേച്ചതിന് ശേഷം ഒരു ബൺ ഹെയർ സ്റ്റൈൽ, അതായത് ഇതേപോലെ ഒരു ബൺ ഹെയർ സ്റ്റൈൽ കെട്ടി വയ്ക്കും. അപ്പോൾ ഓക്കെ, കുളിച്ചതിന് ശേഷം ദോശയും സാമ്പാറുമായിരുന്നു ഇന്നത്തെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ്. ദോശയും സാമ്പാറും പാലും ഉണ്ടായിരുന്നു കുടിക്കാനായിട്ട്. അതിനുശേഷം ഞാൻ റോക്കിയെ കാണാൻ പോയി. ഇന്ന് ഭയങ്കരമായിട്ട് വിശന്ന കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം നേരെ വന്നത് കുളിച്ചിട്ട് കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ നേരെ റോക്കിയെ കാണാനും കിളിയെ കാണാനൊക്കെയാണ് പോവാറ്. അതിനുശേഷം കുറച്ച് നേരം റോക്കിയൊക്കെ കളിപ്പിച്ചു കേട്ടോ. പിന്നെ ഞാൻ മീൻ ടാങ്ക് നോക്കും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കിളിയും നോക്കി. പിന്നെ ഞാൻ അകത്ത് വന്നപ്പോഴത്തേ അമ്മ എനിക്ക് പണി തന്നു. ഇന്ന് ചിക്കൻ വെച്ചു. ചിക്കൻ വെക്കുന്നെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ വെളുത്തുള്ളി തൊലിച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ തൊലിക്കുകയാണ് ഗൈസ്. നമുക്ക് റെഡി ആയി കൊടുക്കാം. അമ്മ വെളുത്തുള്ളി. ഓക്കെ, അപ്പോഴാണ് ഞാൻ അതോടെ അമ്മ പ്രിപ്പറേഷനിലാണ് ചിക്കൻ്റെ. ഓക്കെ, നമുക്കിനി ഉച്ചയ്ക്ക് തിന്നാം ഗൈസ്. ഞാൻ പറ്റുമെങ്കിൽ സൈഡിൽ പിക്ചർ കൊടുത്തേക്കാം കേട്ടോ ചിക്കൻ കറിയുടെ. അതിനുശേഷം ഞാൻ മുടി കെട്ടി വെച്ചിരുന്നു, അതിന് അയച്ചു. എന്നിട്ട് മുടി ഫുള്ള് ഓടൊക്കെ എടുത്തിട്ട് ജട കളഞ്ഞെടുത്തു മുടി. അമ്മ എപ്പോഴും പറയും കേട്ടോ ജട കളഞ്ഞ് മുടി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു. അതിനുശേഷം ഞാൻ താഴോട്ട് പോയാണ്. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് സ്കൂള് ലീവായിരിക്കുന്ന സമയത്ത് ഉള്ളൊരു ഡ്യൂട്ടിയാണ് എനിക്ക്. അതായത് എപ്പോഴും പാല് വരും കേട്ടോ. അവിടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ജസ്റ്റ് ഒരു ഇതുപോലെ കെട്ടിയിട്ടുണ്ട്. അവിടെ പശുവുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പാല് ബുക്ക് ചെയ്യും. ആ സമയത്ത് അവർ കൊണ്ട് തരും കേട്ടോ, എപ്പോഴും രാവിലെ 9:30-ക്ക്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോകണം. പക്ഷെ ഇന്ന് ലേറ്റായി കേട്ടോ, ആരും എടുക്കുന്നതും കണ്ടില്ല. ഞാനപ്പോൾ വന്ന് നോക്കിയാണ് കേട്ടോ, പക്ഷെ കണ്ടില്ല ഗൈസ്. ഞാൻ ചമ്മീന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഇനിയിപ്പം മോളിപ്പോൾ അമ്മയോട് ചോദിച്ചു നോക്കാം ഗൈസ്. താഴെ കഷ്ടപ്പെട്ട് പോയി പാല് കാണുമെന്ന് പറഞ്ഞ് പോയി നോക്കി. ഇവിടെ പാലില്ല. എന്തിനടുത്ത് മണി എത്രയായി? എത്ര മണി? 11:30 ആയില്ലേ? ഇത്തിരി പറഞ്ഞൂടെ അമ്മ? 9:30-ക്ക് പാല് കയറണം. 11:30-ക്ക് പോയി നോക്കി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വീണ്ടും നേരത്തെ ഞാൻ താഴോട്ട് പോയി. ഇപ്പം ഞാൻ വെള്ളോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ടെറസിൻ്റെ മുകളിലായിട്ട് ടാങ്ക് ഉണ്ട്, വാട്ടർ ടാങ്ക് തന്നെയാണ്. അപ്പോൾ ആ ടാങ്ക് ക്ലീൻ ചെയ്യണം. അമ്മ പറഞ്ഞു. അപ്പോൾ അമ്മ ഇപ്പോൾ വരും. ഓരോരോ സാധനങ്ങളും കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇപ്പോൾ ആ ഒരു ടാങ്കിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ കാണിച്ചു തരാം. 2 ടാങ്കും ഉണ്ട്. ഇത് 2 പൊടിയാണ്. ഫുള്ള് തൊടാൻ പോലും പറ്റത്തില്ല. അടിയിലൊന്നും കണ്ടുകൂടാ. ഒന്നും കണ്ടുകൂടാ. വീഡിയോ കാണത്തില്ല, ഒന്നും കണ്ടുകൂടാ. എനിക്കും കണ്ടുകൂടാ. നെക്സ്റ്റ് ടാങ്ക് നോക്കാം. നെക്സ്റ്റ് ടാങ്ക് വലിയ കുഴപ്പമില്ല, നേരത്തെ ഇങ്ങോട്ട് കുറച്ച് നല്ലതാണ്, എന്നാലും അഴുക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് രണ്ടും അമ്മ ക്ലീനാക്കി തരും ഇന്ന്. അപ്പോൾ ഇന്ന് ആ ഒരു ഇത് കാണിച്ചു തരും. കയറി വരൂ. ഓരോ സാധനങ്ങൾ കൊണ്ടുവരികയാണ് എൻ്റെ അമ്മ. അതിനുശേഷം നമ്മൾ ക്ലീനിങ് പരിപാടി തുടങ്ങി കേട്ടോ. പിന്നെ അമ്മ ക്ലീനാക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് ഹെൽപ്പൊക്കെ ഞാനും ചെയ്യുന്നുണ്ട്. എന്താണ് ഹെൽപ്പെന്ന് എന്നോട് ചോദിക്കരുത്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്തായാലും കേട്ടോ.
നിങ്ങളിപ്പം കാണുന്നതാണ് സർക്കസ്. അതായത് അമ്മ അതിൻ്റെ അകത്ത് ഇറങ്ങാനുള്ള തത്രപ്പാടിലാണ് ഇപ്പം അമ്മ ഇപ്പം നിൽക്കുന്നത്. ഓക്കെ, എങ്ങനെയൊക്കെയോ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി അമ്മ ഓരോരോ ബക്കറ്റായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് തരാം. അതിന് അമ്മ മുടി കെട്ടുന്നുണ്ട്, മുടി കെട്ടി തരുന്നുണ്ട് കേട്ടോ. ഗൈസ് കണ്ടോ ഗൈസ്, ഇത്രയും അഴുക്കുണ്ടായിരുന്നു ആ വെള്ളത്തിൽ കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അമ്മ ഇറങ്ങിയപ്പോഴത്തേക്കും. അതിന് ശേഷമാണ് എനിക്ക് പണി കിട്ടിയത്. ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിന് ശേഷം ചോറുണ്ട് കേട്ടോ. ഞാൻ പോയി